ഏവരുടെയും പ്രിയങ്കരിയായ പ്രിയങ്ക ചേച്ചി തൃപ്പൂണിത്തുറ കോടതിയിൽ ഏതോ ഒരു വണ്ടിച്ചെക്ക് കേസ് ചേച്ചിയുടെ പേരിൽ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിരുന്നോ? കൂടാതെ പാണന്മാരിങ്ങനെ പാടി നടക്കുന്ന ചേച്ചി, ഈ ഇലക്ഷന് ചേച്ചി പണ്ടൊന്നും നിന്നായിരുന്നല്ലോ. ആ സമയത്ത് നമ്മുടെ എറണാകുളത്തെ ടോൾ പ്ലാസയിൽ ചേച്ചി കുറെ നേരം വെയിറ്റ് ചെയ്തെന്നോ, കുറച്ച് പൈസ എവിടുന്നോ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ആ പൈസ തൃശ്ശൂര് വെച്ച് പോലീസുകാരങ്ങ് പൊക്കിയായിരുന്നു എന്നുള്ള കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലോ ചേച്ചി. കൂടാതെ ചേച്ചിയുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടോ ചേച്ചി? അല്ല, പാണന്മാരെ പാടി നടക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തുക. കൂടാതെ ദുഷ്ടശക്തികൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ കാണുന്ന ഹൈപ്പ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഇന്ന് പ്രിയങ്ക ചേച്ചി വലിയ കഥകളൊക്കെ പറയുന്നത് കേട്ടു. എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആരോ കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരുന്നു. ഞാൻ ഇതുവരെ കുത്തിപ്പൊക്കാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുത്തിപ്പൊക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം. അവര് കണ്ടതാണ്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും, അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച പല സംശയങ്ങളും നിങ്ങളിൽ പല ആളുകളും വന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് സമ്മതിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഇവരും എല്ലാവരും കണ്ടതാ. ഓക്കെ, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ കുത്തിപ്പൊക്കാൻ പോകുന്നില്ല കേട്ടോ ചേച്ചി. പോണോ ഞാൻ? പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിരുന്ന് ഇന്ന് പാടിയത് കണക്ക് ചേച്ചി പാടാൻ നിൽക്കരുത്. എൻ്റെ പഴയതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു, നാണമില്ല ഇവന്മാർക്ക്. അല്ല, ഈ കുത്തിപ്പൊക്കുന്ന സാധനങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ചേച്ചി. ഒരാൾക്കെതിരെ ഇത്രയും കേസൊക്കെ വരുന്നുണ്ടെങ്കിൽ അയാൾ അത്ര ഡീസൻ്റ് ആയതുകൊണ്ടായിരിക്കുമോ ചേച്ചി? ആയിരിക്കുമോ? അല്ല, ഒരു സംശയം. ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ ചാനലിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചേച്ചി കുറെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പോട്ടെ, ഞാനത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അതും കൂടെ എടുത്തോണ്ട് വന്ന് ചേച്ചിയെ വെറുതെ എന്തിനാ സങ്കടപ്പെടുത്തുന്നത്? ഒന്നാമത് ചേച്ചിക്ക് ഇപ്പൊ സങ്കടമായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു കുടുംബം ഉള്ളതല്ലേ, കുടുംബത്തിനൊക്കെ സങ്കടം വരത്തില്ലേ? കുടുംബത്തിന് സങ്കടം വരും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് നാളെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ജനങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിന് നാണക്കേടാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പലരെയും സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുക. ഓക്കെ, ഇല്ലെങ്കിൽ കുടുംബവും നാറും. നമ്മളായിട്ട് നാറ്റിക്കാൻ ഒരു താല്പര്യമില്ല എനിക്ക്, ഒരു താല്പര്യവും. നിങ്ങളെപ്പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കഥകൾ പോലും കുത്തിപ്പൊക്കി കൊണ്ടുവരണമെന്നൊന്നും ഒരു താല്പര്യമില്ല ചേച്ചി. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് എന്ത് കാര്യത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ചേച്ചി മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ ഇന്ന് പറഞ്ഞ കഥ നമുക്ക് അവിടുന്ന് തുടങ്ങാം. കൂടാതെ അൻസിബ കൊടുത്ത കേസ് കോടതിയിൽ നേരിട്ട് പോയി ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കണ്ടിട്ട് കോടതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും എതിരെ കേസെടുക്കണം, കാര്യങ്ങളിലൊക്കെ ഇത്തിരി കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ ചേച്ചി ഇനി അധികം വൈകാതെ രംഗത്തേക്ക് ഇറങ്ങും. പ്ലാനിങ് ആയിരിക്കും. ഒരു പ്ലാനും ഇല്ലാതെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഓൺലൈൻ ചാനൽസിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്ന് കഥകൾ പറഞ്ഞപ്പോൾ നാറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി ഇനിയും ഒരു പ്ലാനിങ് ഇല്ലാതെ എൻ്റെ ഫോണെ അടങ്ങിയിരി ഫോണെ അപ്പം ചേച്ചി അപ്പം ഇനി ഒരു പ്ലാനിങ് ഇല്ലാതെ വന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇനിയും ഗംഭീരമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ചേച്ചിക്ക് പുറകിൽ നിന്നൊക്കെ നല്ല ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്ത് ചില ആളുകൾ ചേച്ചിയെ ഇറക്കുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ശ്വേത ചേച്ചിയെ നിങ്ങൾ കണ്ടതല്ലേ, 10-15 ദിവസം ഗ്യാപ്പൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കഥ പറയാൻ തുടങ്ങി. ഒരു നാണോ മന്നോ ഇല്ലാതെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചേച്ചി കയറിക്കോ, പക്ഷെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ചേച്ചിക്ക് ഒരു വിലയില്ല. ചേച്ചിക്ക് മുക്കാവുന്നതും പിന്നെ ചേച്ചിക്ക് മറ്റേ കമ്മീഷൻ പിടിക്കാവുന്നതും ഒക്കെ പിടിച്ച് പിന്നെ ഡീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് മറുപടി കൊടുക്കണമല്ലോ. ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിയുടെ സങ്കടം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു ചേച്ചി. ഇനി നമ്മൾ കൂടുതൽ കഥ പറയുന്നില്ല, നമ്മുടെ പ്രിയങ്ക ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി. ജനങ്ങളുടെ ഇടയിൽ വെച്ച് ജനങ്ങളാണ് ഈ അമ്മയിലുള്ള എല്ലാ ആൾക്കാരെയും സിനിമ കണ്ട് വിജയിപ്പിക്കുന്നതും തിയേറ്ററിൽ പോകണമെന്ന് തീരുമാനിക്കുന്നതും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് ഇതുപോലുള്ള മറുപടി കൊടുത്ത് എല്ലാവരും കരിവാരി തേക്കരുത്. ഇപ്പം എന്നെക്കുറിച്ച് ഒരുപാട് ആരോപണം വരുന്നുണ്ട്. എൻ്റെ പഴയ കാര്യങ്ങൾ ഇതെല്ലാം പണ്ടായിട്ട് ഇടുന്നതാണ്. ഇതൊന്നും PR വർക്ക് ചെയ്തുകൊണ്ടൊന്നും പ്രിയങ്ക എന്ന് പറഞ്ഞ ആൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവം വന്നാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. എനിക്കൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ അത്ര കഠിന ഹൃദയരല്ല എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലിയൊക്കെ. അവരോർത്ത് മാത്രമേ ചെറിയ ദുഃഖമുള്ളൂ. ഇവരൊക്കെ വായിക്കുമ്പോൾ
പറയുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും. ആ വിഷമം ദയവീത് ജനങ്ങളായ നിങ്ങൾ എനിക്ക് തരരുത്. നിങ്ങളുടെ കൂടെ എന്നും നിന്നിട്ടേ ഉള്ളൂ ഞാൻ. അതേപോലെ തന്നെ നിങ്ങളാണ് ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുന്നത്. നിങ്ങൾ പത്രക്കാരെ കുറ്റം പറയാൻ ഒരു കാര്യമില്ല. കാരണം തെറ്റായാലും ശരിയായാലും നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾ അറിയട്ടെ എല്ലാ കാര്യങ്ങളും. ചേച്ചി, ജനങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ചേച്ചി, അതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായോ? ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു കിടപ്പ്, ഒരു ഇരിപ്പുവശം, അങ്ങനെ പറയാം അല്ലെ, ഒരു ഇരിപ്പുവശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരിനി എത്രയൊക്കെ കഥ പറഞ്ഞാലും ആ പെൺകുട്ടിയോട് കഴിഞ്ഞ ദിവസം അൻസിബ പോലും പറയുന്നുണ്ടായിരുന്നു, ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് ചേച്ചി തന്നെ വന്ന് ഇപ്പൊ പ്രൂവ് ചെയ്ത് തരുന്നുണ്ട്. അതായത് അൻസിബയെ ആരാണ് വിളിച്ചിട്ട് മോളെ അമ്പലത്തിലെ പൈസ വന്നാ എന്താണ്ടി കുഴപ്പം ഓ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണി രീതിയിൽ ആ കുട്ടിയോട് സംസാരിച്ചത്. അവള് പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടെ പല സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തന്നു നിങ്ങളാണ് വിളിച്ചതെന്നുള്ളത്. ഇതാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. പ്രിയങ്ക ചേച്ചി പറയുന്ന പല കാര്യങ്ങളോടും ഞാൻ നേരത്തെ യോജിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വ്യക്തിയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങ് യോജിക്കാൻ പറ്റണമെന്നുണ്ടോ? ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ ഇപ്പൊ ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണുമ്പോഴത്തേക്ക് ഓക്കെ കറക്റ്റ് ആണല്ലോ ഇവൻ പറയുന്നതെന്ന് തോന്നുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചിട്ട് എല്ലാ വിഷയത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവണമെന്നില്ല. ഇല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ കാണാനും ഇരിക്കാവുള്ളൂ. ചില വിഷയങ്ങളിൽ നമുക്ക് അപ്പുറം ഇപ്പുറം നിൽക്കേണ്ട വരും. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരും. അതൊരു തെറ്റല്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രിയങ്ക ചേച്ചിയുടെ കൂടെ നിൽക്കാനേ പറ്റുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഇത്രയും കിടന്ന് ചേച്ചി അങ്ങോട്ട് പിടി, മനസ്സിലായില്ലേ, അങ്ങ് മുറുകി കിടക്കുക ശ്വേത. പക്ഷെ ശ്വേതാ മേനോൻ എന്താണെന്ന് ആ ഒരു അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി. അവരുടെ സംസാരത്തിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും അവരിപ്പം ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 11 മണിക്കൂർ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും ഒരു 13 മണിക്കൂർ മുമ്പ് അവരെന്തോ എഴുതിയിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല വായിക്കാൻ, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണം, കൂടെ നിർത്തണം. ഞാൻ തിരിച്ച് നുഴഞ്ഞു കയറിയത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരണം. ഒരു കാര്യമില്ല, നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ പുറത്തു നിന്ന് തെളിയിക്കുക. മനസ്സിലായോ? പിന്നെ ലാലേട്ടനെയൊക്കെ വലിച്ചഴക്കുന്നു എന്ത് കാര്യത്തിന്? ലാലേട്ടന്റെ കമ്മിറ്റി അങ്ങനെ ഇരുന്നപ്പോൾ, അവര് രാജിവെച്ചപ്പോൾ അവർ തന്നെ കുറെ നാൾ അഗ്നോ കമ്മിറ്റിയാക്കി ഇരുന്ന് അവർ തന്നെ ഭരിച്ചു. അത് പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കുക. അവർക്കെതിരെ ലാലേട്ടനൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാലേട്ടൻ നിൽക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. രാജിവെച്ച് പോകണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കേസിൽ ആർക്കും നിങ്ങൾ അവിടെ ഇരിക്കുന്നതിനകത്ത് താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങി ഓടി. എന്നിട്ട് പിന്നെ തിരിച്ച് ഒഴിഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ ഇത് നമ്മളിപ്പോൾ കോടതിയും നിയമത്തെയൊക്കെ ബഹുമാനിക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വലിയ സംഭവമായിട്ട് പറയുമോ അത് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ഒരാളൊന്നുമല്ല. ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗമാണ്. ഞാൻ ഒരുപാട് സിനിമ ചെയ്ത് ഭയങ്കര കോടി ഇതായിട്ട് നിൽക്കുന്ന ഒരാളും അല്ല. ഒരു സാധാരണ ഒരാളെന്നുള്ള നിലയിൽ ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനിക്കുക. അപ്പോൾ അവർക്ക് ഭരിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊപ്പം നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെതിരെ ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസാരിച്ച് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് കളയാൻ ഇനി ആരും ശ്രമിക്കാതിരിക്കുക. അതിനെതിരെ ഇനി നടപടി എടുക്കണം. ഒരു വാക്ക് പോലും അമ്മയെക്കുറിച്ച് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇനി വേണ്ടത്. കോടതി ഉത്തരവ് നമ്മൾ മാനിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്രയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ച് സങ്കടം വന്നിട്ട് വന്ന് നിന്നതാണ്. വേറെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അമ്മയെ ആശ്രയിച്ച് ഈ 5000 രൂപയും ഈ മരുന്നുകളും മേടിച്ച് 10-200 പേര് ഒന്നും സംസാരിക്കാൻ പറ്റാതെ അമ്മയ്ക്കകത്തിരിക്കുന്ന കാഴ്ച കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് പറയാണ്, ഇതെല്ലാം നിർത്തിയിട്ട് ഇതിനേക്കാൾ അമ്മ എന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്കകത്ത് ഒരുപാട് പ്രഗത്ഭരായ ആൾ. ചേച്ചി എന്തിനാ ചേച്ചി നിർത്തുന്നത്? എന്താ നിങ്ങൾ നിർത്താൻ പറയുന്നത്? ഒരു പെൺകുട്ടി അവളുടെ നീതി നിഷേധിച്ചപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പറയാൻ നിന്നതോ? അതാണോ നിർത്തേണ്ടത്? അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വീണ്ടും അവള് മെയിൻ സ്ട്രീം ചാനൽസിലൂടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു, അവിടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടി, അവിടെ ആളുകൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇറങ്ങിപ്പോയ ശ്വേതാ മേനോനും ടീമും, അവർക്കെതിരെയുള്ള ആ പെൺകുട്ടിയുടെ ഒരൊറ്റയാൾ പോരാട്ടം, അതൊക്കെ നിർത്താൻ പറയാൻ നാണമില്ലേ ചേച്ചി എന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. അവൾക്ക് നീതി കിട്ടണം, അപ്പോഴേ ആ താര സംഘടനയുടെ മൂല്യം കൂടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഇതിപ്പോൾ അങ്ങ് കോംപ്രമൈസ് ചെയ്ത് ഒതുക്കി തീർത്ത് അവളെ ഇനിയും തിരിച്ച് മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജനങ്ങളുടെ ഇടയിൽ വില പോകുകയുള്ളൂ. അമ്മ എന്ന താരസംഘടനയുടെ പിടികിട്ടിയോ? അത് അതിനകത്ത് ബോധമുള്ള ആളുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അവര് അൻസിബയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതെന്താണ് പ്രിയങ്കയെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത്? സാധാരണക്കാരായ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി പ്രിയങ്ക ചേച്ചി, നിങ്ങൾക്ക് എന്താണത് മനസ്സിലാവാത്തത്? അതാണ് എൻ്റെ ചോദ്യം.
ഓക്കെ, ബാക്കി കേൾക്കാം ചേച്ചി പറയുന്നത്. ആൾക്കാരുണ്ട് സംസാരിക്കാനും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യാനും പറ്റിയ ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. സമയം കൊടുത്ത് ശ്വേത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആരോപിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു ഓഡിറ്ററും ഒരു അക്കൗണ്ടൻറ്റും ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ വലിയ അറിവോ ഞാൻ വലിയ പഠിപ്പോ വിജ്ഞാനമുള്ള ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തൊക്കെ ആൾക്കാർ ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള നിലപാട് ഞാൻ പറഞ്ഞിരിക്കും. അതിന് ജനങ്ങൾ എന്ത് തിരിച്ച് പറഞ്ഞാലും PRO വർക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഒരു ശ്വേതയ്ക്ക് വന്നിരിക്കുന്ന കണക്കിൻ്റെ പ്രശ്നം ഈ ഓഡിറ്റർക്കും അക്കൗണ്ടിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 3 മാസം ആരാണ് ഇവിടെ PRO വർക്ക് ചെയ്യുന്നത്? ചേച്ചി പറ, ആരാണ് ഇവിടെ PRO വർക്ക് ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? ഞാൻ 10 പൈസ മേടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. ഈ പരിപാടി നമ്മൾ വിടാം. 10ൻ്റെ പൈസ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിനകത്ത് ഞാൻ മേടിക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം, കുറച്ചായിട്ട് ഏകദേശം 1 മാസമായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പല എക്സ്ക്ലൂസീവ് സാധനങ്ങളും ഞാൻ പുറത്ത് കൊണ്ടുവന്നിടുന്നുണ്ട്. മനസ്സിലായോ? പല സാധനങ്ങൾ ഇപ്പോഴും ഈ ഫോണിൽ കിടപ്പുണ്ട് പല ആളുകളുടെയും. മനസ്സിലായോ? എടുത്ത് നാട്ടുകാരുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ അറിയാമല്ലായിട്ടല്ല, ഇട്ട് കൊടുത്താൽ തീർന്നു. പലരുടെയും പോയി മുഖം അഴിഞ്ഞു വീഴും. ചെയ്യുന്നില്ല. ഭീഷണിയായിട്ട് ഇനി ഇതിനെയൊന്നും കാണരുത്. ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, സമയം വരട്ടെ. സമയം വരുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഒരു സൈബർ അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ ചില ആളുകളെ നമ്മൾ ഇടയ്ക്ക് സ്ഥിരമായിട്ട് അവരുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ മുണ്ടാട്ടം ഇല്ല. ഇപ്പോൾ അറിയാം. LP ലൂയി ഫിലിപ്പ്, കൂടുതൽ ഞാൻ പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. കാണിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, കാണിക്കുന്നില്ല. ഓക്കെ, സമയം വരട്ടെ. സമയം വരുമ്പോൾ മാത്രമേ അത് കാണിക്കുകയുള്ളൂ. ബാക്കി കേൾക്കാം. മാസത്തേക്കോ ജനറൽ ബോഡി മാറ്റി വെച്ചിട്ട് ഇവർ പറയണമായിരുന്നു, ഇപ്പം നിങ്ങൾ ജനറൽ ബോഡി വെച്ചാൽ അത് പാസ്സാവില്ല. അവർക്കറിയാലോ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇത്ര അറിവ് എനിക്ക് വന്നത് ഞാനൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ആ നിയമവും ഈ നിയമമൊക്കെ ഒന്ന് തന്നെയാണ്, അല്ലാതെ വേറെ പുതിയ നിയമങ്ങളൊന്നുമല്ല. അത്രയും സമയം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ അമ്മയ്ക്കകത്തുള്ള എല്ലാവരും പറയും, അയ്യോ അമ്മയിലെ മക്കൾ, സഹോദരന്മാരെല്ലാവരുമാണ് ഈ കിടന്ന് ബഹളം വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ അവരെ കൊണ്ട് സംസാരിക്കാൻ പോലും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ സഹോദരന്മാരൊക്കെയാണ്. ചേച്ചി എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞത്? ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അമ്മ എന്ന് താരസംഘടനയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നതും ഒക്കെ ഒരുപാടാണോ ചേച്ചി കാണുന്നത്? അല്ല, അങ്ങനെ കാണുന്ന ചേച്ചിയോട് എനിക്കിനിയും ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഫ്ലാറ്റിന്റെ സെക്രട്ടറി എന്ന് ചിരിക്കാൻ വയ്യ. സീരിയസ്ലി ചിരിക്കാൻ വയ്യ എനിക്ക്. ചേച്ചി, അവിടെ ഉള്ള എമൗണ്ട് വേറെ, ഇവിടെയുള്ള എമൗണ്ട് വേറെ. ഒരു എന്താണ് കുടുംബസംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയപ്പോഴത്തേക്ക് അവിടെ പാടാൻ വന്നൊരു വ്യക്തിക്ക് 13 ലക്ഷം രൂപ കൊടുത്തൊരു സംഘടന. ഓക്കെ, അതാണ് അമ്മ എന്ന താരസംഘടന. ചേച്ചിയുടെ ഫ്ലാറ്റിന്റെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് 13.5 ലക്ഷം രൂപ പാടാൻ വരുന്നതിന് കൊടുക്കുവോ? അല്ല പോട്ടെ, മൊത്തത്തിൽ ഒരു പരിപാടി നടത്തുമ്പോഴത്തേക്ക് 13 ലക്ഷം രൂപ ഒരു വർഷം ചെലവ് കാണുമോ? എനിക്കറിയത്തില്ല. ഒരു വർഷമൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കുമല്ലോ ഫ്ലാറ്റിൽ. എന്നാലും അത്രയും വരുമോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. എൻ്റെ പൊന്നു ചേച്ചി, ക്ഷമിക്കുക. വേറെ ഒന്നും ചേച്ചിയോട് പറയാനില്ല. മണ്ടത്തരം വിളമ്പാതിരിക്കുക. ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ പോലും വെറുക്കാൻ തുടങ്ങും. പിടികിട്ടിയോ? ഈ ശ്വേതയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്ത് കണ്ടിട്ട് വരാനുള്ള പണത്തിൽ നിന്ന് കുറച്ച് തരാൻ, അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അല്ലേ? അതിൻ്റെ പുറത്തായിരിക്കും ബാക്കി. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് പറയണതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ കണ്ടത് പറയാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് മുഴുവൻ അതിനകത്തുണ്ട്. CCTV എല്ലായിടത്തും ഉണ്ട്. എടുത്ത് നോക്കിയാൽ നിങ്ങളൊന്ന് ആവശ്യപ്പെടും, അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അല്ലാതെ ഞാനൊരു പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാളല്ല, അതൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അതിനേക്കാൾ വലിയ ആൾക്കാരാണ് അതിന് അമ്മയ്ക്കകത്തുള്ളത്. അവർ തീരുമാനിക്കട്ടെ. ഇനി ഇത്രയും ദിവസം ഉണ്ടല്ലോ ശ്വേതയ്ക്ക്, ഇനി തെളിയിക്കട്ടെ. ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും അതിനൊരു തെളിവുണ്ടാവും. പിന്നെ ആരോപിച്ചിരിക്കുന്നത് എന്താ 2.5 കോടി അവിടുന്ന് ആരോ തരുമോ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇവര് പറയണതാണ്. മനസ്സിലാവാതാണോ ചേച്ചി ഇത്രയും കഥ പറഞ്ഞത്? അദ്വാനിയാ എന്തോ പ്രിയങ്ക ചേച്ചി? പിന്നെ CCTV വിഷ്വൽസ് ഉണ്ടല്ലോ മേടിക്കാൻ. എവിടുന്ന് മേടിക്കണ്ടേ? അമ്മ എന്ന താരസംഘടനയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓഫീസിൽ വെച്ചിട്ടല്ല ഒരു ജനറൽ ബോഡി നടന്നത്. മനസ്സിലായോ? വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാ. അവിടെ ചെന്ന് ചോദിച്ചാൽ ഉടനെ അങ്ങോട്ട് തരുമോ അവിടുത്തെ CCTV വിഷ്വൽസ്? അന്നത്തെ
അല്ലാതെ കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഈ കഥയൊക്കെ വന്നിരുന്ന് പറയുന്നത്. ശ്വേത കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടല്ലോ, CCTV വിഷ്വൽസ് ഉണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്. എവിടെ ഉണ്ട്? എവിടെയാണോ ഈ പരിപാടി നടന്നത് അവിടെ ചോദിച്ചാൽ ഉടനെ അവർ തരുമോ വിഷ്വൽസ് എടുത്ത്? എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അൻസിബ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ അവരും പറയുന്നുണ്ടല്ലോ ഇവിടെ ഇതൊക്കെയാണ് നടന്നത്, അവർക്ക് ഭ്രാന്തോ വെറുതെ ഇത് പറഞ്ഞിട്ടങ്ങ് പോകാൻ. അങ്ങനെ ഒരു വിഷ്വൽസിൽ CCTV വിഷ്വൽസിൽ നിങ്ങൾ പറയുന്ന സൈഡാണ് ശരിയെങ്കിൽ അവരെന്തിനാണ് ഇത്ര അഡമന്റ് ആയിട്ട് നിന്ന്? അൻസിബ പറഞ്ഞാൽ പോട്ടെ, അൻസിബയുടെ കൂടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ഉഷ ചേച്ചി ആണെങ്കിലും മാലാപാർവതി ആണെങ്കിലും ഒക്കെ അവരെന്താ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നിൽക്കുവോ? അൻസിബയുടെ സൈഡിൽ കള്ളമുണ്ട്, അവളെന്ന് പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ ശ്വേതയെ എന്തോ ബാബുരാജ് ചെയ്തു, അങ്ങനെ ചെയ്തു, കരയിപ്പിച്ചു, 7 മണിക്കൂർ ശ്വേതയ്ക്ക് പറയാൻ ചാൻസ് കൊടുത്തില്ല. മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ നാട്ടുകാരെല്ലാം, കാണുന്നവരെല്ലാരും? അദ്വാനി അല്ല കേട്ടോ, അദാനി കേട്ടോ ചേച്ചി. അതെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് എന്തിനാ പൈസ മേടിച്ചാൽ മതിയല്ലോ അല്ലേ, ആര് തന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലേ ചേച്ചി? മറ്റേ കേസ് ഈ പണന്മാര് പാടി കിടക്കുന്നത് കറക്റ്റ് ആണോ? മറ്റേ ഇലക്ഷൻ ടൈമിലെങ്ങാണ്ട് എറണാകുളം ടോൾ പ്ലാസയിലെങ്ങാണ്ട് പോയി നിന്നപ്പോ പോലീസുകാർ തൃശ്ശൂർ വെച്ച് ആ കാശ് എടുത്തോണ്ട് പോയത് സത്യമാണോ? അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചതാ, ഒന്നും തോന്നല്ലേ. ഇനി വേറൊരു വാർത്ത കേൾക്കാം, അതാണ് അടിപൊളി വാർത്ത. ഇത് കേട്ടോ, മൊത്തത്തിൽ നിങ്ങൾ കേട്ടോ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം കൂടി കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തറ SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിലാണ് കേസെടുക്കാൻ തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കേസ് തൃക്കാക്കര ACP അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അൻസിബ കോടതിയെ സമീപിച്ചത്. അതിനൊടുവിലാണിപ്പോൾ നടപടി ഉണ്ടാകുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, വീണ്ടും അൻസിബയ്ക്ക് കോടതിയിൽ നിന്നും അനുകൂലമായ നീക്കമുണ്ടാവുകയാണ്. കോടതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് അൻസിബയ്ക്ക് വിജയിക്കേണ്ടി വരുന്നു എന്നാണ് സാഹചര്യം. ഇതിൽ അന്വേഷണം ഉണ്ടാവുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെയും എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടല്ലോ. അതെ സജിത്ത്, ആദ്യം അൻസിബ നൽകിയ പരാതിയായിരുന്നു ഇത് ലക്ഷ്മിപ്രിയക്കെതിരെ. അന്ന് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതി അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി അൻസിബയെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അത് SI രേഷ്മയായിരുന്നു അന്ന് വിശദമായ മൊഴിയെടുത്തത്. ഒറ്റ മിനിറ്റ്, മാധ്യമങ്ങൾ കുറച്ചും കൂടിയും എഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഓക്കെ, പരാതി FIR ഇട്ടിട്ടില്ല. ജസ്റ്റ് ചുമ്മാ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു, ഫ്രണ്ടാണെന്ന് തോന്നുന്നു, SI വിളിച്ചു വരുത്തി, അങ്ങനെയാണ്. മനസ്സിലായോ? ഇനി അതല്ല, FIR ഒക്കെ ഇട്ട് കേസെടുത്തതാണെങ്കിൽ അൻസിബയ്ക്ക് നോട്ടീസ് പോവും. ഇത് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ചെന്നിട്ടില്ല. വിളിച്ചതിൻ്റെ പുറത്ത് ആ പെൺകുട്ടി പോയതാണ്, അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. ഓക്കെ, അത് എടുത്തൊന്ന് പറയുക. അൻസിബയാണ് ഇപ്പോൾ തിരിച്ച് കേസ് കൊടുത്തിരിക്കുന്നത്, വിളിച്ചു വരുത്തിയതിനും അവിടെ ഇട്ട് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്തതിൻ്റെയും പേരിൽ. മനസ്സിലായില്ലേ? കോടതി അത് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും ഒന്നും നടന്നില്ല. പോലീസുകാർ പറഞ്ഞു, അയ്യോ കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല മക്കളെ, പുറകിൽ നിന്നുള്ള വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടേ, നടക്കത്തില്ല. അൻസിബ കോടതിയിൽ പോയി, കോടതിക്ക് മനസ്സിലായി കഴമ്പുണ്ടെന്ന്. ഇപ്പൊ വിളിച്ചു പറഞ്ഞു കേസെടുത്തു. പക്ഷെ ഈ കേസ് എടുത്തോളാൻ പറഞ്ഞെങ്കിലും പോലീസുകാർ കേസെടുത്തെങ്കിലും അന്വേഷണം നടന്നെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഒരു എന്താണ് നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് കോടതിയിൽ നിന്ന് ഇപ്പം ഓക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം, കോടതി പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക്. പക്ഷെ അന്വേഷിക്കേണ്ട ആളുകൾ അവർ പ്രോപ്പറായിട്ട് അന്വേഷിക്കുമോ, ഈ ലക്ഷ്മിപ്രിയക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടിനി ടോമിൻ്റെ കേസിൽ അതും കോടതി പറഞ്ഞു കേസെടുത്തു. പക്ഷെ ഉള്ളിപ്പോവോ? നമ്മൾ ആരെങ്കിലുമാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ഒക്കെ അധിക്ഷേപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇങ്ങനെ ഹരാസ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്കെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ റിമാൻഡിൽ പോയി കിടക്കേണ്ട വന്നേനെ. ഇവരുടെയൊക്കെ കാര്യത്തിൽ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അതിനൊരു മറുപടി തരൂ താഴെ കമന്റ് ബോക്സിൽ. കുറച്ചുകൂടെ വാർത്തയുണ്ട്, ഞാൻ കൂടുതൽ കേൾപ്പിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അറിഞ്ഞല്ലോ കോടതി പറഞ്ഞിട്ട് കേസ് പോലീസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ സംശയം, നീതി ആ പെൺകുട്ടിക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ നൽകുമോ? പോലീസുകാർ പ്രോപ്പറായിട്ട് അന്വേഷിക്കുമോ? സംശയം. ഇതിൻ്റെയൊക്കെ പേരിൽ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സംശയങ്ങൾ പറയുന്നത് കൊണ്ടോ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും
അൻസിബ ആർക്കെതിരെയാണോ നിൽക്കുന്നത് അവരകത്ത് പോകുമോ? ചോദ്യചിഹ്നമാണ്. നിങ്ങൾ പറയൂ താഴെ കമന്റ് ബോക്സിൽ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോയിലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.